ഹായ് ഗൈസ്, ഞങ്ങളൊരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാനായിട്ട് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയതാണ്. എൻ്റെ വൈഫുണ്ട്, മോളുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മലേഷ്യക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മലേഷ്യ കോലാലംപൂരിന് പോകാനായിട്ട് വന്നതാണ്. രാത്രി 12:30-ക്കാണ് ഞങ്ങളുടെ എയർ ഏഷ്യ ഫ്ലൈറ്റ്. ഞങ്ങളൊരു 7:30 ആയപ്പോൾ എത്തി. ഞങ്ങൾ പയ്യെ ലോഞ്ചിലൊക്കെ ഒന്ന് കയറി, എർത്ത് ലോഞ്ചിൽ കയറി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അവിടെ കയറി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മോളുമായിട്ട് പ്ലേ ഏരിയ വന്നു. പ്ലേ ഏരിയയിൽ കുറച്ച് 2-3 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നിട്ട് കുറേ നേരം അന്തം വിട്ട് കുന്തം കഴിഞ്ഞ് അവർ കളിയും നോക്കി അവൾ നിന്നു. പരിചയമില്ലാത്തവരെ കണ്ട അവൾക്ക് ഈ നിപ്പാണ്, അന്തം വിട്ട് കുന്തം കഴിഞ്ഞ് കുറേ നേരത്തേക്ക് ഒരു അനക്കം ഉണ്ടാവില്ല. അവരൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവൾ ആക്റ്റീവാകും. പിന്നെ അവളുടേതായിട്ടുള്ള കളി തുടങ്ങും. ഇത്രയും നേരം ഇങ്ങനെ അവരുടെ കളിയും നോക്കി വെറുതെ നിന്ന് അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം ആളവിടെ പൊളിച്ചെടുക്കാൻ തുടങ്ങി. കിട്ടിയ സാധനങ്ങളിലൊക്കെ കയറി മറിഞ്ഞ് ആവശ്യത്തിലേറെ നേരം അവിടെ നിന്ന് കളിച്ചു. അവളുടെ കളിയൊക്കെ കഴിഞ്ഞ് ഒരു 12:15 ആയപ്പോൾ ഞങ്ങൾ പോയി ബോർഡിങ്ങിനായിട്ട് നടന്നു. അത്യാവശ്യം ആളുകളൊക്കെ കയറി കഴിഞ്ഞാണ് ഞങ്ങൾ ബോർഡിങ്ങിനായിട്ട് പോയത്. ശമ്പളം കൂടി ഉള്ളത് കൊണ്ട് വലിയ തിരക്ക് പിടിക്കണ്ടെന്ന് ഓർത്തിട്ട് അവസാനം അത്യാവശ്യം ആളൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് സാധനങ്ങളൊക്കെ വയ്ക്കാനും അവളെയൊക്കെ ഒന്ന് സെറ്റിലാക്കാനും പറ്റുന്നുള്ളത് കൊണ്ട് 12:15 അടുത്ത് എല്ലാവരും അത്യാവശ്യം കയറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബോർഡിങ്ങിനായിട്ട് നടന്നത്. ഞങ്ങൾ പയ്യെ ഗേറ്റിലോട്ട് നടന്നു, ബോർഡ് ചെയ്തു. ഫ്ലൈറ്റ് ഓൺ ടൈമിന് തന്നെ ടേക്ക് ഓഫായി. ഞങ്ങൾ അത്രയും നേരത്തെ ക്ഷീണമൊക്കെ കാരണം ചെറുതായിട്ടൊന്ന് മയങ്ങി കണ്ണ് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ചക്രവാളത്തിൽ വെള്ളം കയറുന്ന സമയമായി. കാരണം മിഡ് നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് മലേഷ്യയുടെ അടുക്കും തോറും മോർണിംഗ് ടൈമാണ്. അപ്പോൾ വെറുതെ വിൻഡോയിലൂടെ ഞങ്ങളതൊക്കെ കണ്ടിരുന്നു. നല്ല രസമാണ് കണ്ടിരിക്കാൻ. ആകാശത്ത് നിന്ന് ചക്രവാളത്തിൽ വെള്ളം കയറുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഫുഡിൻ്റെ കാര്യം ഓർത്തത്. ഞങ്ങൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതുകൊണ്ട് ഫുഡും കഴിച്ചില്ല. പിന്നെ അവിടെ ലോഞ്ചിൽ നിന്ന് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിശപ്പില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് ഓർത്ത്, ഒന്ന് മയങ്ങി നീട്ടിട്ട് കഴിക്കാമെന്ന് ഓർത്ത് വച്ചിരുന്നതാണ്. അങ്ങനെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് മലേഷ്യയുടെ ആദ്യ ദൃശ്യങ്ങൾ കിട്ടിത്തുടങ്ങി. മലേഷ്യയുടെ ആകാശത്തു നിന്നുള്ള ആ വ്യൂ. എപ്പോഴും നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആകാശത്തു നിന്നുള്ള ആ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടിരുന്നു. 7:30 നമ്മുടെ ലാൻഡിങ് ടൈം. ഏതാണ്ടൊരു 7 മണിയോടടുത്തു. ഞങ്ങൾ ഏതാണ്ട് ലാൻഡ് ചെയ്യുന്ന സമയമായി. അങ്ങനെ കൃത്യം 7:30 തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് മലേഷ്യയിൽ ലാൻഡ് ചെയ്തു. ലാൻഡിങ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സ്മൂത്തായിരുന്നു അത്യാവശ്യം. എയർ ഏഷ്യയുടെ സ്വന്തം ആസ്ഥാനമായതുകൊണ്ട് തന്നെ എയർ ഏഷ്യ ഫ്ലൈറ്റുകളൊക്കെ ധാരാളമുണ്ട്.
ചെറിയ ചാട്ടം കുലുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ലാൻഡ് ചെയ്തു. രാവിലെ അത്യാവശ്യം തെളിഞ്ഞ നല്ല കാലാവസ്ഥയായിരുന്നു മലേഷ്യ കോലാലംപൂരിൽ. എയർ ഏഷ്യയുടെ വേറൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. എയർ ഏഷ്യയുടെ ആസ്ഥാനം, അവരുടെ ഹെഡ് ഓഫീസൊക്കെയാണ് കാണുന്നത് അവിടെ എയർപോർട്ടിൽ തന്നെ. അവർക്ക് സെപ്പറേറ്റ് ടെർമിനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള എയർപോർട്ടാണ്. അത്യാവശ്യം മോഡേൺ ലുക്കൊക്കെ ഉണ്ട്. എയർ ഏഷ്യയുടെ ധാരാളം ഫ്ലൈറ്റുകളുണ്ട്. അവരുടെ ആസ്ഥാനം ആയതുകൊണ്ട് തന്നെ അവരുടെ ഫ്ലൈറ്റുകളാണ് കൂടുതലും. രാവിലെ കണ്ണ് തുറന്ന് ഏറ്റ മോള് വീണ്ടും അന്തം വിട്ടിരിക്കുകയാണ്. ഇതെവിടാണ്? രാത്രി കണ്ട സ്ഥലത്തല്ല ഇപ്പോൾ ഇരിക്കുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഉറങ്ങിയ ആൾ കണ്ണ് തുറക്കുന്നത് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2-ലാണ്. കുറച്ച് നേരം ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഹാങ് ഓവറൊക്കെ മാറാൻ എയർപോർട്ടിൻ്റെ ഭംഗിയും ടെർമിനലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം ടെർമിനൽ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ ഇമിഗ്രേഷന് വേണ്ടി നടന്നു. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു കാപ്പിയോ ചായയൊക്കെ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി രാവിലെ. എന്നാൽ പിന്നെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഫുഡ് കോർട്ട് തപ്പി ഞങ്ങൾ പയ്യെ ആ ഭാഗത്തേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തെത്തി. അവിടെ ചെന്നപ്പോൾ വിശാലമായ ഫുഡ് കോർട്ട്, ആവശ്യത്തിലധികം കൗണ്ടറുകളുണ്ട്, ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി ഇങ്ങനെ കുറച്ച് നേരം അതിൻ്റെ എല്ലാം ഫ്രണ്ടിലൂടെ വായി നോക്കി നടന്നു.
മോളും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് സ്വസ്ഥമായ സ്ഥലം നോക്കി മാറിയിരിക്കാമെന്ന് കരുതി ഒരു ടേബിൾ കണ്ടുപിടിച്ച് ഞങ്ങൾ പയ്യെ അത്യാവശ്യം വ്യൂ ഒക്കെയുള്ള സ്ഥലത്ത് വിമാനങ്ങളും എയർ ഏഷ്യ ടെർമിനലും ഒക്കെ കാണാവുന്ന സ്ഥലം നോക്കിയിരുന്നു. മലേഷ്യയിൽ നമ്മുടെ ആദ്യത്തെ ഫുഡ് ഈ കാണുന്നതാണ്. കായ ടോസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ബ്രെഡ് ടോസ്റ്റ് വിത്ത് ഹണി ആൻഡ് ജാം, പിന്നെ ഹാഫ് ബോയിൽഡ് എഗ് ഉണ്ട്, പിന്നെ കോഫി. ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഹാഫ് ബോയിൽഡ് എഗ്ഗിനകത്ത് കുറച്ച് സോസും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്കത് മുക്കി കഴിക്കാം. അതാണ് അതിൻ്റെ ഒരു ഇത്. സാധനം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ കഴിക്കാൻ ലൈറ്റാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടുത്തെ ഷോപ്പുകളൊക്കെ ഒന്ന് നോക്കി എക്സ്പ്ലോർ ചെയ്ത് അവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്, എന്തൊക്കെയാണ് അവിടുത്തെ ഡെലിക്കസീസ്, അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി കുറച്ച് നേരം നടന്നു. ഒന്നും പരീക്ഷിക്കാനൊന്നുമില്ല, ആദ്യത്തെ ദിവസമായതുകൊണ്ട് ജസ്റ്റ് അതെല്ലാം നോക്കി ഞങ്ങളത് വഴി ഒന്ന് കറങ്ങി കുറച്ച് നേരം. മലേഷ്യയിലെ കോഫി നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. ഒരു അടിപൊളി കോഫിയാണ് കേട്ടോ. നല്ല സ്ട്രോങ്ങുമാണ്, എന്നാൽ അത്ര വലിയ കുടിക്കാൻ പറ്റാത്ത കയ്പ് ചാർപ്പ് അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ്. ചെല്ലുന്നവർ കോഫി ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക. എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ കുടിക്കുക. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ്, മലേഷ്യൻ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴത്തേനും ഫ്രീ ആയി. 8:30-9 മണി. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ 2 മണിക്കാണ് ഹോട്ടൽ ചെക്ക് ഇൻ. അപ്പോൾ അതുവരെയുള്ള സമയം ഫ്രീ ആണ്. എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഹോട്ടലിലേക്ക് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. മോക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് കരുതി അവിടെ കുറച്ച് ഡെക്കറേഷൻ ഉള്ളിടത്തൊക്കെ കറങ്ങി നടന്ന് അവിടെ പ്ലേ ഏരിയയിലൊക്കെ പോയി കുറേയൊക്കെ കളിച്ച് അങ്ങനെ കുറേ സമയം എയർപോർട്ടിൽ ചിലവഴിച്ചു. എയർപോർട്ടിൽ പിന്നെ ഇഷ്ടം പോലെ ഓടി നടക്കാൻ സ്ഥലമുള്ളതുകൊണ്ട് മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുത്തെ കൊറിഡോറിൽ കിട്ടുന്ന സ്ഥലത്തെല്ലാം ഓടി നടന്നിട്ട് അങ്ങനെ അർമാദിക്കുകയായിരുന്നു മോള്. എന്നാൽ പിന്നെ കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് കരുതിയിട്ട് അവളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടു. തിരക്കില്ലാത്ത കൊറിഡോറുകളിലൊക്കെ അങ്ങനെ ഓടിക്കളിച്ച് അവളും ഹാപ്പിയായിട്ട് കുറേ നേരം അങ്ങനെ ചിലവഴിച്ചു.
കാശൊന്നും ഇട്ടിട്ടില്ല. മോളുടെ കൂടെ വെറും ഷോയ്ക്ക് കയറുന്നതാണ് അവൾക്കൊരു കമ്പനി കൊടുക്കുക. കുറച്ച് നേരം അവിടുത്തെ ഗെയിംസൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. കുറച്ച് സമയം അങ്ങനെയും പൊട്ടേന്ന് കരുതി. അങ്ങനെ മോളുടെ ഓട്ടവും കളിയൊക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ ഞങ്ങൾ പോയി പുറപ്പെടാമെന്ന് വെച്ചു. കിട്ടിയ സമയം കൊണ്ട് ഞങ്ങളൊരു സിം എടുത്തു അവിടുന്ന്. പിന്നീട് ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്തു. അപ്പോൾ അവിടുന്ന് ടാക്സിയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്മും ഡാറ്റ കണക്ഷനൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഒരു സിം എടുത്തു. എന്നിട്ട് നമ്മൾ ഗ്രാബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി ഒരു ക്യാബ് പറഞ്ഞു. അപ്പം ക്യാബെത്തി. ഞങ്ങൾ ക്യാബിൽ കയറി മെല്ലെ ഹോട്ടലിലേക്ക് തിരിച്ചു. മോള് രാവിലെ വണ്ടിയിൽ കയറി നല്ല ഉറക്കമാണ്. രാത്രിയിലത്തെ യാത്രാക്ഷീണവും ജെറ്റ് ലാഗൊക്കെ കാരണം. മലേഷ്യയുടെ അതിസുന്ദരമായ വീഥികളിലൂടെ ഞങ്ങളിങ്ങനെ ഹോട്ടലിലേക്ക് യാത്ര ചെയ്യുകയാണ്. 100-120 തന്നെ ഡ്രൈവർ വണ്ടി ചവിട്ടിപ്പിടിച്ചിരിക്കുക. അങ്ങനെ പോകുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മലേഷ്യയിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആവശ്യത്തിലധികം ടോൾ പ്ലാസകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം, അവിടുത്തെ റോഡുകളും സൗകര്യങ്ങളും ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു വേറൊരു രാജ്യത്തും പോയിട്ടില്ലെങ്കിലും കണ്ടത് വച്ചിട്ട് വേറൊരു രാജ്യത്തോടും വേറെ ഏത് രാജ്യത്തോടും കിടപിടിക്കുന്ന തരത്തിലുള്ള റോഡും സംവിധാനവും ഫെസിലിറ്റീസും എല്ലാം മലേഷ്യയിലുണ്ട്. നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവും.
നമ്മുടെ ഗ്രാബ് ഡ്രൈവർ 100-120 തന്നെ വണ്ടി ഇപ്പോഴും പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും 6 വരി പാതകളാണ് ഉള്ളത്. ഇത്രയും നല്ല റോഡ് സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ യാത്രകളൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നില്ല മലേഷ്യയിൽ മൊത്തത്തിൽ. ടൗണുകളിൽ ചില സമയത്ത് പീക്ക് ടൈമുകളിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ യാത്രകളെല്ലാം സുഗമമായി തന്നെ ചെയ്യാൻ പറ്റി. അത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് മലേഷ്യയിൽ എല്ലായിടത്തും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കുആലാലംപൂർ ടൗണിനോട് അടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് മെർഡേക്ക 118 ടവർ, ലോകത്തിലെ 2ാമത്തെ ടോളസ്റ്റ് ടവർ, മുകളിൽ കുന്തമന പോലെ പൊങ്ങി നിൽക്കുന്ന വലിയ ടവർ, അത് കാണാം. അതിനപ്പുറം ദൂരെ നമ്മുടെ KL ടവറുണ്ട്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് ഈ കാണുന്നത്. അതിനകത്ത് എത്ര ഫ്ലാറ്റ് ഉണ്ടെന്ന് എണ്ണിയെടുക്കാൻ പറ്റുന്നവർക്ക് എണ്ണിയെടുക്കാം. അത്ര അധികം ഫ്ലാറ്റുകളുള്ളൊരു കെട്ടിടമാണ്. കണ്ടിട്ട് റെസിഡൻഷ്യൽ ഫ്ലാറ്റാണെന്ന് തോന്നുന്നു. ഇതിലെന്തുമാത്രം ഫ്ലാറ്റ് ഉണ്ടാവുമെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിന് മാത്രം വലുതാണത്. അങ്ങ് ദൂരെ നമ്മുടെ പ്രശസ്തമായ KL ട്വിൻ ടവർ. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് പെട്രോണാസ് ടവർ. ലോകപ്രശസ്തമായ പെട്രോണാസ് ടവർ മലേഷ്യയുടെ തന്നെ സിമ്പലായിട്ടുള്ള ഒരു കെട്ടിടമാണത്. വീണ്ടും ടോൾ ഗേറ്റുകൾ വന്നുകൊണ്ടേയിരുന്നു. അവിടെയും എന്തോ കാർഡ് കാണിച്ചിട്ടാണ് ഇവരുടെ പേയ്മെൻറ്റ്. മുന്നിൽ പോകുന്ന ഡ്രൈവർ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവറും അവരുടെ എന്തോ കാർഡ് സ്വൈപ്പ് ചെയ്ത് കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു. സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റും കഴിഞ്ഞ് നമ്മളവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു.
അങ്ങനെ വളരെ ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഓക്വുഡ് റെസിഡൻസിയിലെത്തിയിരിക്കുകയാണ്. ഓക്വുഡ് ഹോട്ടൽസ്, ഇവിടെയാണ് നമ്മൾ അടുത്ത ഒരാഴ്ച താമസിക്കുന്നത്. നമ്മുടെ ഗ്രാബ് ഡ്രൈവർ ചേട്ടൻ അതിൻ്റെ ലോബിയിൽ വണ്ടി കൊണ്ട് നിർത്തി. നമ്മളവിടെ ഇറങ്ങി. നമുക്ക് 2 മണിക്കാണ് ചെക്കിൻ. നമ്മൾ വളരെ നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. എങ്കിലും നമ്മൾ എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാമെന്ന് കരുതി ഏതായാലും ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ടവർ. നമ്മുടെ ഹോട്ടലും മലേഷ്യയിലെ ട്വിൻ ടവർ പോലെ തന്നെ ഒരു ട്വിൻ ടവറാണ്. അതിൻ്റെ ഒരു സൈഡിലെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെ സ്വിമ്മിംഗ് പൂള്, സൈഡിൽ റെസ്റ്റോറൻറ്റ്, പൂൾ സൈഡ് ബാർ എല്ലാമായിട്ട്. അതിൻ്റെ പുറത്തേക്കുള്ള ഒരു സൈഡ് വ്യൂ ഇതാണ്. സൈഡിൽ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത്യാവശ്യം വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. ചെക്കിൻ 2 മണിക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വിശന്നുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വെച്ചൊരു മലേഷ്യൻ ഡിഷ് മേടിച്ചു. അവിടുത്തെ ഒരു റൈസ് ചിക്കൻ കറിയും കൂടെയൊക്കെയുള്ളൊരു ഡിഷാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു സ്വീറ്റ്നെസ് പ്ലസ് സോർനെസ് വരുന്നൊരു തരം ഡിഷ്. നമ്മുടെ ഒരു ഉണക്കമീനിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും ചിക്കൻ്റെ ഗ്രേവിക്ക്. ആ ഒരു സ്മെല്ലും ടേസ്റ്റുമാണ്. റൈസാണേലും അധികം ഉപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ന്യൂട്രൽ ടേസ്റ്റാണ്. അതും കഴിച്ച് ഞങ്ങൾ മെല്ലെ റൂമിൽ കയറി. റൂമിൽ നിന്നുള്ളൊരു പുറത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു റൂമാണ്. ഒരു പനോരമിക് വ്യൂ നമുക്ക് മലേഷ്യയുടെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ലോബി ഏരിയ. അത്യാവശ്യം വിശാലമായ ലോബിയാണ്. ഒരു വലിയ ഫാനും ഒക്കെ വെച്ചിട്ട് കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. അധികം ബഹളങ്ങളൊന്നുമില്ല. എത്ര ഗസ്റ്റ്സ് ഉണ്ടെങ്കിലും അത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു ഹോട്ടലാണ്. 2 ടവർ ഉണ്ടെങ്കിലും അത്യാവശ്യം ഗസ്റ്റ്സ് ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്തോ ഫങ്ഷനൊക്കെ ആയിട്ട് അവിടുത്തെ കിങ്ങിൻ്റെ ഒരു ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അടുത്ത ദിവസം. അത്യാവശ്യം ഞങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം VIP ഗസ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓക്വുഡ് ഹോട്ടലിൻ്റെ ട്വിൻ ടവറിൻ്റെ വ്യൂ. നല്ലൊരു ആംബിയൻസ് ഉള്ള ഹോട്ടലാണ്. നല്ല സൗകര്യമുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. 8 ദിവസം സ്റ്റേ ചെയ്തിട്ട് 7 nights ഉണ്ടായിരുന്നു. 8 days. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നല്ലൊരു ഹോട്ടലാണ്. എല്ലാവർക്കും പ്രിഫർ ചെയ്യാവുന്നൊരു ഹോട്ടലാണ്. അത്യാവശ്യം വലിയ റേറ്റിൽ ഒരു ആവറേജ് റേറ്റേ വരുന്നുള്ളൂ. പുറത്താണെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. അടുത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഇവിടം കൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. ബാക്കി അടുത്ത എപ്പിസോഡ്.